തൃശ്ശൂർ പൂരത്തിലെ ആനയുടെ കണ്ണില് ലേസർ രശ്മി അടിച്ചതായിട്ടൊരു ആക്ഷേപം. അതുകൊണ്ടാണ് ആന എഴുന്നള്ളത്ത സമയത്ത് ഒരു ആന അവിടെ വരണ്ടോടിയത്. എന്തായാലും വളരെ സീരിയസ് ആയ ഒരു മാറ്റർ തന്നെയാണ്. കാരണം തൃശ്ശൂർ പൂരം ലോക പ്രശസ്തമാണ്. ആ പൂരം വരാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നതാണ്. പൂരത്തിന് അവിടുത്തെ പറമേക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടിയും തമ്മിലുള്ള ആ മത്സരങ്ങൾ, വെടിക്കെട്ട് മത്സരമുണ്ട്, ആനയുടെ എഴുന്നള്ളിപ്പ് മത്സരമുണ്ട്. അങ്ങനെ പൂരത്തിന് ഓരോ പ്രത്യേകതയുണ്ട്. ആന എഴുന്നള്ളിപ്പ് സമയത്ത് കുടമാറ്റം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. വെളുപ്പം കാലത്ത് 3:30 മണിയാകുമ്പോൾ പൂരം തീർന്നു കഴിഞ്ഞാൽ ആകാശ അമിട്ടുകൾ പൊട്ടി വർണ്ണ രാജികൾ വിരാജിക്കുന്നത് നമുക്ക് കാണാം. അതാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത. 1798 ഇത് തുടങ്ങിയത്. ശക്തൻ തമ്പുരാനാണ് അത് തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിന്റെ ഭാവനയിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അത് തന്നെയല്ല, തിരുവമ്പാടിയും പറമേക്കാവും അല്ലാതെ ആ ഭാഗത്തുള്ള പല ക്ഷേത്രങ്ങളും ഒത്തൊരുമിച്ച് പൂരം നടത്തണം എന്നാണ് ശക്തൻ തമ്പുരാൻ ആവശ്യപ്പെട്ടത്. കാരണം ആറാട്ടുപുഴ പൂരമാണ്. അത് പലപ്പോഴും പല സന്ദർഭത്തിലും അത് മഴ കൊണ്ടും മറ്റു പല പ്രശ്നം കൊണ്ട് പൂരം മുടങ്ങുന്നുണ്ട്. അങ്ങനെയാണ് പൂരങ്ങളുടെ പൂരമായിട്ട് ആ തൃശ്ശൂരുള്ള പല ക്ഷേത്രങ്ങളും എല്ലാവരും ഒന്നിച്ച് ആ പൂരം കൊണ്ടാടുന്നത്. അങ്ങനെയാണ്. അത് ശക്തൻ തമ്പുരാന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. എങ്കിലും എതിർചേരിയിൽ നിന്നുകൊണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും പൂരം ആഘോഷിക്കുന്ന കാണാൻ ചന്തമുണ്ട്. അതിനാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ പൂരസ്ഥലത്ത് വന്നുകൂടുന്നത്. നമുക്കറിയാം, അവിടെ തിരുവമ്പാടിയും പാറമേക്കാവിന്റെ ഇരുവശത്തും അമ്പലത്തിന്റെ മുന്നിൽ അവിടെ ആനയെ എഴുന്നള്ളിക്കുന്നത് നമ്മൾ കാണാം. ആനകളുടെ ഫാൻസ് ധാരാളം പേരുണ്ട്. ഓരോ ആനയ്ക്കും ധാരാളം ഫാൻസുകൾ തിരുവനന്തപുരം, കേരളം മുഴുവനുണ്ട്. എല്ലാ ജില്ലകളിലുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, ആനപ്രേമികൾ കേരളത്തിൽ ധാരാളമുണ്ട്. അവർക്കൊക്കെ തൃശ്ശൂർ പൂരത്തിലെ പല ആനകളും അവരെ ആനയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവരോട് പോകും. ആനയുടെ അടുത്ത് പോയി നിൽക്കും, ആനയെ തോണ്ടിയൊക്കെ നിൽക്കും. തൃശ്ശൂർ പൂരത്തിന് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരും ബഹളങ്ങളും വെടിയൊച്ചകളും പടക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആന ശാന്തമായി നിൽക്കുന്നതാണ് പൂരം ആസ്വദിക്കുന്നത്. 2-2.5 മണിക്കൂർ ഒരേ നിൽപ്പ് ആണ് ആനകൾ നിൽക്കുന്നത്. നമുക്ക് അതിശയം തോന്നും, എങ്ങനെയാണ് ആനയെ ഇങ്ങനെ തളച്ചു നിർത്തുന്നത്, ശാന്തരായിട്ട് നിർത്തുന്നത്. ഇത് വളരെ റയറായിട്ട് മാത്രമേ ആന പൂരത്തിൽ നിന്ന് വെകിളി പിടിച്ച് ഓടിയ സന്ദർഭം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴൊരെണ്ണം ഓടിയിരിക്കുന്നത്. അതേപ്പറ്റി പലരും പറയുന്നത് ആന ശാന്തമായിട്ട് നിന്നതാണ്, അതിൻ്റെ കണ്ണിലേക്ക് ലേസർ രശ്മി അടിച്ചു. മലയാളികളെ നമുക്കറിയാം, ഈ രീതിയിലുള്ള കുസൃതികൾ വളരെയധികം കാണിക്കുന്നവരാണ്. ആനയുടെ കണ്ണിലെ ലേസർ അടിക്കണമെന്നുണ്ടെങ്കിൽ അത് അടിച്ചതായിട്ടാണ് ആ പൂരത്തെ അവിടുത്തെ ഭാരവാഹികൾ പറയുന്നത്. അതെന്തായാലും പരിശോധിക്കണം ഗവൺമെന്റ്. കഴിഞ്ഞ കൊല്ലം നമുക്ക് പൂരം നടക്കാതിരിക്കാനുള്ള വേലകളൊക്കെ പലതും ഉണ്ടായി. അത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള വേലകളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം മറന്നു. നമുക്ക് പൂരം ആഘോഷമായിട്ട് മലയാളികൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ആ പൂരത്തിന്റെ സ്പിരിറ്റ് മലയാളികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകം മുഴുവനുള്ള മലയാളികളും വിദേശികളും പലരും പൂരസമയത്ത് തൃശ്ശൂർ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലേസർ രശ്മി അടിച്ചാലുള്ള ദൂഷ്യം എന്ത്, അത് നമ്മളൊന്ന് പഠിക്കണം. കാരണം പലരും കയ്യിൽ ചെറിയ റോഡ് പോലെയുള്ള സാധനങ്ങൾ ലേസർ രശ്മി അടിക്കാനുള്ളത് മൊബൈൽ അല്ലാതെ ഉണ്ട്, കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ പൂരസ്ഥലത്ത് കൂടിയ ആൾക്കാരെ മുഴുവൻ സ്കാൻ ചെയ്ത് പോലീസ് നോക്കേണ്ടിയിരിക്കുന്നു. ഈ ആരോപണം നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനൊരു കേസെടുത്ത് അന്വേഷണം നടത്തിയേ ഒക്കുള്ളൂ. കാരണം ആനയുടെ കണ്ണിലോട്ട് ലേസർ രശ്മി അടിച്ച് ആന വരണ്ടു കഴിഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് ആൾക്കാർക്ക് അപകടം ഉണ്ടായിരുന്നു. ഒരാന വരണ്ടു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ആനയുടെ കൂടെ നിൽക്കുന്ന 10-14 ആനകൾ അതും വരാനുള്ള സാധ്യത. എത്ര അപകടകരമായ ഒരു കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരുത്തനെങ്കിലും ഏതെങ്കിലും ഒരു വട്ടനായാലും ശരി അവനെ പിടിച്ചേ പറ്റുള്ളൂ. കാരണം ലേസർ രശ്മി അത് ആ ആനയുടെ കണ്ണിലടിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഒരാളല്ല, പലരും അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആന വരളും. അതുപോലെയുള്ള സാമൂഹ്യ ദ്രോഹികളായ മനുഷ്യന്മാർ പൂരത്തിന് വരും. ഈ ലേസർ രശ്മി അടിക്കാൻ സാധിക്കുന്നവർ അടിക്കുകയും ചെയ്യും, അങ്ങനെയുള്ള വട്ടന്മാര്. അതുകൊണ്ട് അത് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇന്റൻസിറ്റി പോലെ ഇരിക്കും. ആനയ്ക്ക് തുടർച്ചയായിട്ട് പെയിൻ ഉണ്ടാകും. ചെറിയ രീതിയിലുള്ള ഇന്റൻസിറ്റി കുറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും ആന ശാന്തരായിട്ട് തന്നെ നിൽക്കും. പക്ഷെ പലരും പല സ്ഥലത്തു നിന്ന് ഒരേ ആനയുടെ കണ്ണിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ആ ലേസർ അടിച്ച ആനയ്ക്ക് പെയിൻ ഉണ്ടാകണം.
ആനയുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരും. ആനയ്ക്ക് സ്വയം തോന്നും എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോഴാണ് ആന വരണ്ടോടുന്നത്. ആ സ്ഥലം മാറും ആന. അങ്ങനെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തൃശ്ശൂർ പൂരത്തിലുള്ള ആ ആനയുടെ മുമ്പിൽ, വരണ്ട ആനയുടെ മുൻവശത്ത് അവിടെ നിന്നവരെ അവിടുത്തെ CCTV ദൃശ്യമുണ്ട്, സ്കാൻ ചെയ്ത് പോലീസ് നോക്കണം. ആരുടെയിലൊക്കെയാണ് മൊബൈലിൽ കൂടെ ചിലപ്പോൾ വരാം. അത് ലേസർ രശ്മി, അത് ചെറിയ റോഡ് മുഖേനയായിരിക്കും. മൊബൈലിൻ്റെ ഒപ്പം ചില ആൾക്കാരുടെ കയ്യിൽ റോഡുണ്ടോ എന്ന് നോക്കണം. അത് എങ്ങനെയാണ് കണ്ണിന് ഇടയ്ക്കോട്ട് അടിച്ചത്? അത് ഒരു സെറ്റ് ആൾക്കാർ അടിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. കണ്ണിന് ഒരു ലേസർ രശ്മി വന്ന് ദൂരെ നിന്ന് അല്പം പതിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ ഇരിക്കും, അതിൻ്റെ ശക്തി പോലെ ഇരിക്കും. അത് കൂടുതൽ ശക്തിയുള്ള ലേസറാണ് അടച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആന വെപ്രാളപ്പെടും. അത് തന്നെ ഉണ്ടായെന്ന് ആരോപണം വന്ന സ്ഥിതിക്ക് അതേപ്പറ്റി തീർച്ചയായിട്ടും പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. കാരണം എത്രയോ പേരുടെ അപകടത്തിലേക്ക് പോകാനുള്ള ഒരു വേലയാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്കുലർ ആയിട്ടുള്ള ഡീജനറേഷൻ കണ്ണുകൾക്കുണ്ടാകുമ്പോഴാണ് സാധാരണഗതിയിൽ കണ്ണുകളെ ലേസർ അടിപ്പിക്കുന്നത്. പ്രായമുള്ളവരാണ് കൂടുതലും, ഏജ്ഡ് ആൾക്കാരാണ് കണ്ണിലേക്ക് ലേസർ അടിക്കുന്നത്. റെറ്റിനയുടെ അവിടുത്തെ ചില റെറ്റിന മനസ്സിലാക്കാനും, അല്ലെങ്കിൽ റെറ്റിനയുടെ പൊസിഷൻ എന്താണ്, അതിൻ്റെ ഫ്ലൂറൻസൻസ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു 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 പരീക്ഷണമാണ് ഈ ലേസർ രശ്മി കൊണ്ട് ചെയ്യുന്നത്. ആൻജിയോഗ്രാഫി എന്നാണ് പറയുന്നത്. റെറ്റിന കാണാനുള്ള ഫ്ലൂറൻസൻസ് ആൻജിയോഗ്രാഫിയാണ് ചെയ്യുന്നത്. അതേസമയം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. ആ ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് പലരും ലേസർ രശ്മി ഉപയോഗിച്ചിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റുന്നത് ധാരാളം ഹോസ്പിറ്റലിൽ ഇപ്പം ചെയ്യുന്നുണ്ട് കേരളത്തിൽ. കാരണം ഈസി ആയിട്ട് ആർട്ടറിയിലുള്ള ബ്ലോക്കുകൾ ഡോക്ടർമാർ ഈ ലേസർ രശ്മിയെ അടുപ്പിച്ച് ഇൻറ്റൻസിറ്റി കൂട്ടി അത് ലയിപ്പിച്ച് കളയുന്ന സംവിധാനം കേരളത്തിൽ പല ഹോസ്പിറ്റലുകളുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് കണ്ണിൻ്റെ അങ്ങോട്ട് നമ്മൾ ലേസർ അടുപ്പിച്ച് നോക്കുന്നത് റെറ്റിനയിലുള്ള ആ കണ്ണിലുള്ള ദൂഷ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അല്ലാതെ കൂടുതൽ പവർഫുള്ളായ ലേസർ രശ്മി കണ്ണിലോട്ട് അടച്ചു കഴിഞ്ഞാൽ കണ്ണിന് ദൂഷ്യം ഉണ്ടാവും, നമുക്ക് കാഴ്ച നഷ്ടപ്പെടാം. കണ്ണിന് ദൂഷ്യങ്ങൾ വരുന്നതല്ല, അക്യൂട്ട് പെയിൻ ഉണ്ടാവും, അത് ഞരമ്പിനുണ്ടാവും, തലയിലോട്ട് പോകാം. ഇവിടെ ആനയ്ക്ക് സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ അവന്മാരെ വിടാൻ ഒക്കില്ല. കാരണം അടിയന്തരമായിട്ട് പോലീസ് ഇതിങ്ങനെ ഒരു വെറുതെ പറഞ്ഞതായാലും ശരി, ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, എന്തായാലും ആന വരണ്ടു എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും തോന്നുന്നുണ്ട് ഒരു വശത്ത് 10ഉം 15ഉം ആനകളാണ് ഓരോ അമ്പലത്തിന്റെ മുമ്പിൽ, അല്ല പറഞ്ഞാൽ അതേ പാറമേക്കാവിലും തിരുവമ്പാടിയുടെ അമ്പലത്തിന് മുമ്പിൽ എഴുന്നള്ളിച്ച് നിൽക്കുന്നതും ആനയ്ക്ക് ചമയങ്ങൾ ചേർത്തിട്ടുള്ളതും ആനയോട് ചേർന്ന് ആനയെ നിയന്ത്രിക്കുന്ന ആനക്കാരന്മാർ വളരെ സൂക്ഷിച്ച് നിൽക്കുകയും കൂടെ അതിനെ ഫീഡ് ചെയ്യും. അതിൻ്റെ ചൂടേൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അത് ആനക്കാർക്ക് അറിയാം. പാപ്പാമാരത് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 2-2.5 മണിക്കൂറോളം ആന അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ ശാന്തരായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ട് കാലാകാലങ്ങളായി ആസ്വദിച്ചവരാണ് മലയാളികൾ. അങ്ങനെയൊന്നും നമുക്ക് ആനയെപ്പറ്റി എന്ത് പറഞ്ഞാലും ശരി, ആനയെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് ഈ ആന പാപ്പാമാർക്കുണ്ട്. ആനയുടെ ഓരോ ചലനങ്ങളും അവിടുത്തെ ദേവസ്വം ബോർഡുകാർക്ക് അറിയാം. അവര് അങ്ങനെ വികൃതി കാണിക്കുന്ന ആനയൊന്നും ഈ പൂരസമയത്ത് അവര് മുമ്പിൽ കൊണ്ടുവരില്ല. വളരെയധികം പരീക്ഷണം നടത്തി അതിനെ നിരീക്ഷിച്ച ശേഷമാണ് 15ഓളം ആനകൾ ഒരു വശത്ത് നിന്ന് എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അതുകൊണ്ട് ഈ ലേസർ രശ്മി ആരടിച്ചാലും അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് കൂലങ്കഷമായിട്ടൊരു അന്വേഷണം ഉണ്ടാകണം. അതിനകത്ത് ഈ വരണ്ട ആനയുടെ മുൻവശത്തുള്ള ആ ആൾക്കൂട്ടം പരിശോധിക്കണം. അവരുടെ കയ്യിൽ ആ മൊബൈൽ ഫോൺ അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. അതേസമയം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ സമയത്ത് മൊബൈലിനകത്തൂടെ നമുക്ക് ഈ ലേസർ രശ്മി അടിക്കാൻ സാധിക്കും. അതിനുള്ള സംവിധാനം മൊബൈലിനകത്ത് ചെയ്യാനും പറ്റും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം മൊബൈലിനകത്ത് നമുക്ക് അറിയാം ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഡൈവേർട്ട് ചെയ്ത് ആനയുടെ കണ്ണിലോട്ട് ആക്കാം. അവിടെ എന്തെങ്കിലും ഈ ആനയ്ക്ക് കണ്ണിന് ക്ഷതമേക്കുന്ന രീതിയിലുള്ള ലേസർ എന്തെങ്കിലും ഘടിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്കറിയില്ല. ടെക്നോളജി ആയിട്ട് അത് പരീക്ഷിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അടിയന്തരമായിട്ട് തൃശ്ശൂരിലെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അന്വേഷണം തുടങ്ങണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.